ഹായ് ഗായ്സ്. അപ്പോൾ 2-3 ദിവസമായി ഓടിയിട്ട് ഒരു പനി പിടിച്ചു. അതിനിടയ്ക്ക് ഇന്നലെ ഒന്ന് ഇറങ്ങി നോക്കി. ഇറങ്ങി ഒരു 1.5 മണിക്കൂർ ഓൺലൈനിൽ ഇരുന്ന് ട്രിപ്പൊന്നും അടിക്കാഞ്ഞപ്പോൾ സൈഡാക്കി തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നത്. അങ്ങനെ ഇന്നലെ ചെയ്ത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 1-ാം തീയതി വെള്ളിയാഴ്ചയാണ്. സമയം 7:52 ആയിട്ടുണ്ട്. സി എൻജിൻ ഒരു മിനിറ്റ്, ഞാൻ കുറേ നേരം AC ഇട്ട് വണ്ടിയിൽ ഇരുന്നുണ്ടായിരുന്നു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. സി എൻ ജി പകുതിയോളം ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വണ്ടി എടുക്കും. സി എൻ ജി അടിക്കാൻ പോകും. സി എൻ ജിന് അടിക്കും. ഇത് ചക്കരപ്പുറം പൊടിയിലും കിടക്കും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ഇൻട്രസിറ്റി കിട്ടണം എന്നാലേ നടക്കുള്ളൂ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു, കാരണം അടിക്കാതെ അങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ എന്നുള്ള ധാരണയായിരുന്നു. സമയം 8:14. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 14 മിനിറ്റ് ആയപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ റെനൈ മെഡിസിറ്റിയിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പം എന്തായിരുന്നു അവിടെ എത്തിയിട്ട് കാണാം. സംഭവം 1.1 കിലോമീറ്റർ ഉള്ളൂ. 5-6 മിനിറ്റ് കാണിക്കുന്നുണ്ട് എന്തായാലും. നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. മെഡിസിറ്റി പ്രശാന്തല്ലേ? അതെ. അവരുടെ കസ്റ്റമറെ കണ്ടപ്പോഴാണ് നമ്മൾ ഒന്ന് ഒതുക്കാൻ പറ്റാതെ എത്തിയത്. പുള്ളിക്കാരെ അങ്ങോട്ട് ഒതുക്കുന്ന പറയുമ്പോൾ വണ്ടിയിൽ 8 അടി ഇങ്ങോട്ട് എടുത്തൊക്കെ വരില്ലല്ലോ നമുക്ക്. മലപ്പുറം എവിടെയാ? ഇവിടെ തന്നെ. ശരിയല്ലേ? അപ്പോൾ ഗൈസ്, നമ്മളെ കസ്റ്റമറാണത്. അവരിവിടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് അവിടെ റെനൈ മെഡിസിറ്റി ഹോസ്പിറ്റൽ വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തു, തിരിച്ച് പോവാണ് ഗൈസ്. പിന്നെ ഈ റോഡ് ഇതാക്കിയിട്ട് മറ്റേ മേലെ ഓപ്പൺ ആയിട്ടുണ്ട് ഹൈവേ. ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഈ റോഡ് ഓപ്പൺ ആയത്. കാരണം നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം 2.5 മാസം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് സി എൻജിന് അടിക്കാൻ വന്ന കേട്ടോ. നമ്മൾ ഇവിടെ ഒരു സി എൻ ജി സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഞാൻ. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് സി എൻജിന് അടിക്കാൻ പോകുന്നത്. ഏകദേശം നമ്മളെ സ്ഥലം പൊന്നു പുള്ള എടുത്തിപ്പോ എന്തെത്താ ഒരു വണ്ടി എടുക്കാൻ അവന് ഇത്ര ഡിലേ. ഇതല്ല, ഇതിനപ്പുറത്ത് ഒരു സി എൻ ജി സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ നൗഗാട്ടി ആപ്പ് ഉണ്ടല്ലോ, ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയതായിരുന്നു. അപ്പോൾ കാണിച്ച് ഇവിടെ അങ്ങനെ ആപ്പ് ഒരു സ്റ്റേഷൻ ഉണ്ടെന്നാണ് അതിൽ കാണിച്ചത്. അതിൽ 89 രൂപ ചാർജ് കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. പരിസരത്താണുള്ളത്. ഇവിടെ ഇതിന്റെ ബോർഡ് നോക്കി പോകുന്നുണ്ട്. ആ ഓവർ സ്പീഡ് ആകുമ്പോൾ ഈ ഒരു ഏരിയ അവിടെ ഈ
CNG അടിക്കാൻ വരുന്നത്. എന്തായാലും നോക്കട്ടെ ഗൈസ്, അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. 447 രൂപയുടെ CNG അടിച്ചത്. 446 രൂപയ്ക്ക് ഫുള്ളായത്. 500 ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതെ, എന്നാ ശരിടാ, ഞാൻ വിളിക്കുന്ന. ഓക്കെ ശരി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് അവിടെ അമൃതേൻ്റെ അവിടെ വന്നു നിന്നു. ചേരനല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ അമൃതയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു 4-5 കിലോമീറ്റർ 1.4 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ വണ്ടി എടുത്ത് അമൃത ഹോസ്പിറ്റലിൻ്റെ ഈ പരിസരത്ത് വന്ന് നിന്നു. അപ്പോൾ നമുക്കൊരു മാച്ചാണ് അടിച്ചത്. നമ്മൾ ട്രിപ്പായിട്ട് അടിച്ചതല്ല. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കണ്ട് കഴിച്ചിലായി പോകാമല്ലോ എന്നൊരു ധാരണയിലെടുത്താണ്. എങ്ങോട്ടാന്നൊന്നും അറിയില്ല. എന്തായാലും അമൃത ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓട്ടം. 1.4 കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്കപ്പ്. ഇത് അവരെടുക്കാൻ പോവാണ്. എന്തായാലും നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ പുള്ളിക്കാരിനെ വിളിച്ചിട്ട് പോവാം. മറ്റേത് എന്താ വെച്ചാൽ ചിലപ്പോൾ പണിയിട്ട സാധ്യതയുണ്ട്. ഹലോ ഹലോ, മോർച്ചറി എൻട്രൻസ് 50 കറക്റ്റ്. ആ, ഞാൻ ഇവിടെ ചോദിച്ചിട്ട് വരാവേ. 50 അല്ലേ? ആ, ഓക്കെ. മോർച്ചറി എൻട്രൻസ് ആണ് 50. എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എവിടെയെങ്കിലും സെക്യൂരിറ്റിക്കാരനെ കണ്ടാൽ അവരോട് ചോദിച്ചോട്ടെ. മോർച്ചറി എൻട്രൻസ് 50. ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരനും ഇല്ലല്ലോ ഗൈസ്. ചേട്ടാ, അവിടെ മോർച്ചറി എൻട്രൻസ് എവിടെയാണെന്ന് അറിയാം? മോർച്ചറി എൻട്രൻസ് എവിടെയാണെന്ന് അറിയാം? ഇത് അപ്പുറത്തൂടി പോകണം. ആ, ഓക്കെ. ആ, മോർച്ചറി എൻട്രൻസ് 50 എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാണ്ട് ഇപ്പൊ ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ. ബി ബ്ലോക്ക്. ആ, ബീന. ആ, പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്നാല് തീരുമാനമാക്കിയിട്ട് വരാം. ഹായ് ഗൈസ്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറയാവേ. അവർ ഈ പെൺപിള്ളേർക്ക് എനിക്ക് തോന്നുന്ന ഉള്ളതാണെന്നുണ്ട് ഈ മറ്റേ ഡോർ അടച്ച് വിളിക്കുന്ന ഒരു സ്വഭാവം. എല്ലാ ഒറ്റയ്ക്ക പെൺപിള്ളേർ വണ്ടി കയറിയാലുള്ള അവസ്ഥ. എടാ, 310 ഞാൻ ക്യാഷ് കളക്ട് കാണിച്ചത്. എനിക്ക് കിട്ടിയത് 195 രൂപ. അത് 195 രൂപ എത്ര പൈസ? ചില്ലറ പൈസയുള്ള കാണിച്ച് 195.28 പൈസ. 11 കിലോമീറ്റർ. വലിയ കുഴപ്പമില്ല. 19 കിലോമീറ്റർ 19 രൂപ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും 3ാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആര് സാധാരണ എടുക്കുന്ന ഓരോ ഓട്ടം ഉണ്ടല്ലോ, പേഴ്സണൽ ഓട്ടം, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവിടുന്ന് കാറ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി വണ്ടി എടുത്ത് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എവിടെയെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തുണ്ട്, എന്നാൽ വാഴമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് നേരെ വന്നു. ഞങ്ങൾ സംസാരിച്ച് ഡ്രോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് നമ്മളെവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മളെ
രാജഗിരി ഹോസ്പിറ്റൽ, അങ്ങോട്ട് തന്നെ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മളിത് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നിടത്ത് വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. 220 ഉണ്ട് എന്തായാലും ഇവിടെ. അപ്പം എന്നാ ഗൈസ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗൈസ്, നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് എന്നല്ല, സോറി, നമ്മളൊരു രാജഗിരിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ട്രിപ്പ് ഉള്ളത്. ആലുവ കൊടുങ്ങല്ലൂർ റോഡ്. അത് 191 രൂപയുടെ ഓട്ടം അതാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ പ്രതീക്ഷിക്കാറ് നല്ലൊരു ഓട്ടം അടിക്കണേ എന്നാണ്. പക്ഷെ അടിച്ചത് ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് തോന്നുന്ന ഫോൺ എടുക്കുന്നില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വിളിച്ചാൽ ഫോൺ എടുക്കുക, ഇന്ന ഭാഗത്താണ് ഇന്ന ഭാഗത്താന്ന് പറയാം, അല്ലെങ്കിൽ 5 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറയാം. ഇത് രണ്ടും ചെയ്യത്തില്ല. ഹലോ, എന്താ ഊബർ ബുക്കായിരുന്നില്ലേ? ഇതേ ഞാൻ അവിടെ നിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ. എവിടെയാ നിൽക്കുന്നത്? ഏറ്റവും ഫ്രണ്ടിലാണ്. അതാ ഞാൻ ഫ്രണ്ടിലല്ലേ? ആ ഓക്കെ, ഞാൻ സാധാരണ നൈറ്റ് ഇപ്പുറത്താണ് ഉണ്ടാവാറ്, അത് ഇങ്ങോട്ട് എടുത്ത്. ആ ഓക്കെ, ഇത് വരുന്നേ. കസ്റ്റമറുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ആ ഓട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫെയർ നമ്മൾ 182 രൂപ 71 പൈസ. എത്ര കിലോമീറ്റർ? 9 കിലോമീറ്റർ, 182 രൂപ 70 പൈസ. അത് നഷ്ടമാണ് ശരിക്കും. എനിക്ക് 191 രൂപേൻ്റെ അടുത്താണ് ക്യാഷ് കളക്ട് കിട്ടുന്ന രീതിയിലാണ് ഓട്ടോ അടിക്കുമ്പോൾ കാണിച്ചത്. ആ കാണിക്കുന്നതും കിട്ടുന്ന ഫെയറും തമ്മിൽ നല്ല മാറ്റമുണ്ട്. അത് നമ്മൾ വിളിച്ചവരെ കംപ്ലൈൻറ്റ് ചെയ്ത് അവർ പറയും അല്ല അത്ര ഏകദേശം അത്ര കിട്ടും എന്നാണ് പറയുന്നത്, അല്ലാതെ അത്ര തന്നെ കിട്ടുന്നില്ല. അവർ നമ്മൾ ഇത് കണക്ക് പറയുന്നതാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറയും. കാരണം ഞാൻ അതിന് മുന്നോട്ട് വിളിച്ചാണ് അവരെ ഇതേ കാര്യം പറഞ്ഞിട്ട്. അംഗീകരിച്ച് തരാനൊന്നും പോകുന്നില്ല. എന്തായാലും എന്തെങ്കിലും കാണിക്കട്ടെ അവർ. അപ്പം എന്നാൽ പുള്ളിക്കാരെപ്പോഴുന്ന ഒരു വെയിറ്റ് തുറന്നുള്ളൂ. മറ്റേ വെയിറ്റും അത് ചേച്ചി പറഞ്ഞപ്പോഴാണ് തുറന്നത്. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്ലോസ് ആണ്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഒരു കാര്യമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മളിത് ഇവിടെ എത്തി വണ്ടി നിർത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ട് മുന്നിൽ തന്നെ കസ്റ്റമർ ഉണ്ട്, ഒരു 220 മീറ്റർ മുമ്പിൽ. അങ്ങനെ കസ്റ്റമർ എടുത്ത് എത്തിയിട്ട് കാണാം. ഇതും ഒരു ചെറിയ ഓട്ടമാണ്, 190 സംതിങ് ആണ് എൻ്റെ ഒരു ട്രിപ്പ് ഫെയർ കാണിച്ചിട്ടുള്ളത്. എത്ര കിട്ടുന്നുള്ള എനിക്ക് അറിയത്തില്ല. എന്തായാലും ലൊക്കേഷൻ കറക്റ്റ് ഇതാണ് ഗൈസ്. കടന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുന്നു ഞാൻ. എന്തായാലും വിളിച്ചു നോക്കാം എന്തായാലും.
ഹലോ ഹലോ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ആ ഗേറ്റ് ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ അങ്ങോട്ട് വരാം ഞാൻ കണ്ടു കസ്റ്റമേഴ്സ് ആയിട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഐഡൻറ്റിറ്റി കീപ്പ് യുവർ പോയിന്റ് ട്രിപ്പ് ടേക്ക് എ ഫോട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സാണ് പോകുന്നത്. ഓക്കെ, ആദ്യം ഒരു ഫോട്ടോ എടുത്തേക്കാം. ഓക്കെ, രണ്ട് ഘട്ട നേരത്താണ് ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നത് കള്ളവിടവന്മാർ. അപ്പം ഇന്നത്തെ 4ാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 186.74 പൈസ. 9 കിലോമീറ്റർ, 9 കിലോമീറ്ററിന് 186.74 പൈസ. മിക്കവാറും ഈ 9 കിലോമീറ്റർ ഞാൻ ഇവിടുന്ന് കാലടിച്ച് പോകേണ്ടി വരും, ഒരു സംശയം വേണ്ട. അത് കുറേ ഉള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ കൊടുങ്ങൽ റൂട്ടിലാണ് നേരത്തെ വന്ന അതേ റൂട്ടിൽ തന്നെ, അവിടെ നിന്നും കുറച്ചും കൂടി ഉള്ളോട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. എന്തായാലും ഞാൻ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയ മാതിരി തന്നെ അവിടെ ആലുവ, ആലുവ നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പോയി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ, അതിന് മുന്നേ അടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് വരാം ഗൈസ്. നമുക്കിത് ഓട്ടം അടിച്ചിട്ടുണ്ട്. 3.2 കിലോമീറ്റർ പിക്കപ്പ്, 6 മിനിറ്റ് റണ്ണിങ്. എന്തായാലും പോയി നോക്കുക, വെറുതെ കാലടിച്ച് പോകണ്ടല്ലോ. അതിന് മുന്നേ ഒരു 6 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മിക്കവാറും ക്യാൻസൽ ചെയ്ത് പോകും, അല്ലാന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും പിക്കപ്പ് ലൊക്കേഷൻ ഇതിൽ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 130.03 പൈസയാണ് ഫെയർ കിട്ടിയിട്ടുള്ളത്. എത്ര കിലോമീറ്റർ വെച്ചാൽ 4.5 കിലോമീറ്റർ, 4.5 കിലോമീറ്ററിന് 130 രൂപ. കുഴപ്പമില്ല, എന്തായാലും കാലടിച്ച് അത്രയും ദൂരം വരണമായിരുന്നു, അതിൻ്റെ ഒരു അവസ്ഥ വന്നില്ല എന്ന് മാത്രം. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടിടാം എന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യത്തിൽ. അങ്ങോട്ട് ഇറക്കിയിട്ട് എനിക്ക് സുഖമായിരുന്നു. നമ്മൾ മാർക്കറ്റിൽ കൂടി കയറിയിട്ടേ എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എവിടെയും പോയി കിടക്കാം. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. സകല വള്ളിയും കിട്ടുമോ കിട്ടായിരിക്കട്ടെ, അതിപ്പോൾ എന്ത് പറയാനാണ്. അപ്പം അടുത്ത ഓട്ടോ അടിച്ചിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഫ്ലാറ്റാണ് കേട്ടോ. കടത്തി വിടുമോ ആവോ, എനിക്കത്തില്ല. വാച്ച്മാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കസ്റ്റമർ ഒന്ന് വിളിച്ചേക്കാം. ചിപ്പി
ഊബർ ബുക്ക് ആയിരുന്നില്ലേ? അതെ അതെ എത്തിയായിരുന്നു. ആ അതാ ഞാൻ അവിടെ താഴെ സെക്യൂരിറ്റിന്റെ അടുത്തുണ്ട്. ഇത് ഏതായിരുന്നു ബ്ലോക്ക് ഏതായിരുന്നു? സെക്യൂരിറ്റി ആ അതെ അവിടെ നിൽക്കുന്നത്. അവിടെ കയറി വന്നാൽ മതി. അത് ഏതാ ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇതിന്? ഇല്ല ഫസ്റ്റ് ബ്ലോക്ക് തന്നെ അല്ലേ? പിക്കപ്പ് രണ്ടാമത്തെ ഹമ്പിന്റെ അവിടെ വന്നാൽ മതി. രണ്ടാമത്തെ ഹബിന്റെ അവിടെ അല്ലേ? രണ്ടാമത്തെ ഹമ്പുണ്ട്. ആ ഓക്കെ ഇത് അടുത്ത എത്തിയിട്ടുണ്ട്. ഓക്കെ ആ നമ്മളിത് ലൊക്കേഷനിലെത്തി. നമ്മളിവിടുന്ന് തിരിച്ചിട്ടേക്കാം എന്തായാലും. ഒറ്റ ബിൽഡിംഗ് ആണ്. എ ബ്ലോക്ക്, സി ബ്ലോക്ക്, ബി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി ഉണ്ടാവുമെന്ന് കരുതി. അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും അത്യാവശ്യം എല്ലാം എനിക്ക് തോന്നുന്നത് ഫ്ലാറ്റ് ഫുള്ളാണെന്ന്. കാരണം ബാക്കിലും എല്ലായിടത്തും വണ്ടി ഉണ്ട്. നന്നായിട്ട് വണ്ടി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ ആ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 130.03 പൈസയാണ് ഫെയർ കിട്ടിയിട്ടുള്ളത്. എത്ര കിലോമീറ്റർ വെച്ചാൽ 4.5 കിലോമീറ്റർ. 4.5 കിലോമീറ്ററിന് 130 രൂപ. കുഴപ്പമില്ല. എന്തായാലും കാലടിച്ച് അത്രയും ദൂരം വരണമായിരുന്നു. അതിൻ്റെ ഒരു അവസ്ഥ വന്നില്ല എന്ന് മാത്രം. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടിടാം എന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യത്തിൽ. അങ്ങോട്ട് ഇറക്കിയിട്ട് എനിക്ക് സുഖമായിരുന്നു. മാർക്കറ്റിൽ കൂടി കയറിയിട്ടേ എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എവിടെയും പോയി കിടക്കാം. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. സകല വള്ളിയും കിട്ടുമോ? കിട്ടായിരിക്കട്ടെ. അതിപ്പോൾ എന്ത് പറയാനാണ്. അപ്പം അടുത്ത ഓട്ടോ അടിച്ചിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഫ്ലാറ്റാണ് കിട്ടുന്നത്. കടത്തി വിടുമോ ആവോ? അടുത്ത് എനിക്കത്തില്ല. വാച്ച്മാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കസ്റ്റമർ ഒന്ന് വിളിച്ചേക്കാം. ചിപ്പി ഒരു ഊബർ ബുക്ക് ആയിരുന്നില്ലേ? അതെ അതെ എത്തിയായിരുന്നു. ആ അതാ ഞാൻ അവിടെ താഴെ സെക്യൂരിറ്റിന്റെ അടുത്തുണ്ട്. ഇത് ഏതായിരുന്നു ബ്ലോക്ക് ഏതായിരുന്നു? സെക്യൂരിറ്റി ആ അതെ അവിടെ നിൽക്കുന്നത്. അവിടെ കയറി വന്നാൽ മതി. അത് ഏതാ ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇതിന്? ഇല്ല ഫസ്റ്റ് ബ്ലോക്ക് തന്നെ അല്ലേ? പിക്കപ്പ് രണ്ടാമത്തെ ഹമ്പിന്റെ അവിടെ വന്നാൽ മതി. രണ്ടാമത്തെ ഹബിന്റെ അവിടെ അല്ലേ? രണ്ടാമത്തെ ഹമ്പുണ്ട്. ആ ഓക്കെ ഇത് അടുത്ത എത്തിയിട്ടുണ്ട്. ഓക്കെ ആ നമ്മളിത് ലൊക്കേഷനിലെത്തി. നമ്മളിവിടുന്ന് തിരിച്ചിട്ടേക്കാം എന്തായാലും. ഒറ്റ ബിൽഡിംഗ് ആണ്. എ ബ്ലോക്ക്, സി ബ്ലോക്ക്, ബി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി ഉണ്ടാവുമെന്ന് കരുതി. അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും അത്യാവശ്യം
എല്ലാം ആക്കി തോന്നുമ്പോൾ ഫ്ലാറ്റ് ഫുള്ളാണെന്ന്. കാരണം ബാക്കിലും എല്ലായിടത്തും വണ്ടി ഉണ്ട്, നന്നായിട്ട് വണ്ടി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ ആ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 130.03 പൈസയാണ് ഫെയർ കിട്ടിയിട്ടുള്ളത്. എത്ര കിലോമീറ്റർ വെച്ചാൽ 4.5 കിലോമീറ്റർ. 4.5 കിലോമീറ്ററിന് 130 രൂപ. കുഴപ്പമില്ല. എന്തായാലും കാലടിച്ച് അത്രയും ദൂരം വരണമായിരുന്നു, അതിൻ്റെ ഒരു അവസ്ഥ വന്നില്ല എന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടിടാം എന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യത്തിൽ. അങ്ങോട്ട് ഇറക്കിയിട്ട് എനിക്ക് സുഖമായിരുന്നു. നമ്മൾ മാർക്കറ്റിൽ കൂടി കയറിയിട്ടേ എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എവിടെയും പോയി കിടക്കാം. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. സകല വള്ളിയും കിട്ടുമോ? കിട്ടായിരിക്കട്ടെ, അതിപ്പോൾ എന്ത് പറയാനാണ്. അപ്പം അടുത്ത ഓട്ടോ അടിച്ചിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഫ്ലാറ്റാണ് കേട്ടോ. കടത്തി വിടുമോ ആവോ? അടുത്ത് എനിക്കത്തില്ല. വാച്ച്മാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കസ്റ്റമർ ഒന്ന് വിളിച്ചേക്കാം. ചിപ്പി ഒരു ഊബർ ബുക്ക് ആയിരുന്നില്ലേ? അതാ ഞാൻ അവിടെ താഴെ സെക്യൂരിറ്റിന്റെ അടുത്തുണ്ട്. ഇത് ഏതായിരുന്നു ബ്ലോക്ക് ചെയ്തായിരുന്നു? അതെ അവിടെ നിൽക്കുന്നത്. അത് ഏതാ ബ്ലോക്ക്? അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇതിന്? ഫസ്റ്റ് ബ്ലോക്ക് തന്നെ അല്ലേ? പിക്കപ്പ് രണ്ടാമത്തെ ഹബിന്റെ അവിടെ അല്ലേ? ആ ഓക്കെ, ഇത് അടുത്ത എത്തിയിട്ടുണ്ട്. ആ നമ്മളിത് ലൊക്കേഷനിലെത്തി. നമ്മളിവിടുന്ന് തിരിച്ചിട്ടേക്കാം. എന്തായാലും ഒറ്റ ബിൽഡിംഗ് ആണ്. എ ബ്ലോക്ക്, സി ബ്ലോക്ക്, ബി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി ഉണ്ടാവുമെന്ന് കരുതി. അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും അത്യാവശ്യം എല്ലാം ആക്കി തോന്നുമ്പോൾ ഫ്ലാറ്റ് ഫുള്ളാണെന്ന്. കാരണം ബാക്കിലും എല്ലായിടത്തും വണ്ടി ഉണ്ട്, നന്നായിട്ട് വണ്ടി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. കഴിച്ചതായി നമുക്ക് അടുത്ത ഓട്ടോ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടം കാണിക്കുന്നത് ബാക്കിൽ നിന്ന് തന്നെയാണ്. എന്തായാലും പോയി നോക്കാം. ചെറിയൊരു ട്രിപ്പാണ്.
കാണിച്ചതെന്നൊരു സംശയമുണ്ട്. ഒന്ന് വിളിച്ചു നോട്ടെ ആശാണ്. ആരാണോ വിളിച്ചത്? ഹലോ, ആ ചേട്ടാ എവിടെ നിൽക്കുന്നേ? ഹലോ, ഹോസ്പിറ്റലിന് മുന്നിലാണേ. ആ ഓക്കെ ഓക്കെ ശരി. പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്താണി എത്തുന്നതിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ 180 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. നമുക്ക് 123 രൂപ 123 രൂപ 4 കിലോമീറ്റർ 123 രൂപ. വലിയ കുഴപ്പമില്ല. പിന്നെ ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. അതായത് നമുക്ക് രാത്രി ആയതുകൊണ്ടും എല്ലാം കൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട്. ഇവിടെ ഒരു ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. ഓമ്പി ഗൈസ്, അവിടെ ഒരു കല്ലുണ്ട്. രക്ഷപ്പെട്ടു. പകലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടി കണ്ണും കാണും, എല്ലാം നമ്മളെ ഇതിൽ വരും. ഇത് രാത്രി ആയതുകൊണ്ട് കറക്റ്റ് ആകേണ്ട കണ്ണു പിടിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മളിത് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്, ആലുവ. ഇനി ഇവിടുന്ന് കുറേ നേരം ആലുവദേശം ആ ഭാഗത്ത് കിടന്നു. പക്ഷെ അവിടെ നിന്ന് ട്രിപ്പൊന്നും അടിച്ചില്ല. ലാസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് പോന്നു. അഥവാ ഇവിടെ നിന്ന് എന്തെങ്കിലും ലോക്കലെങ്കിലും അടിച്ചാലോ എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഈ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, സമയം 3:30 ആയിട്ടുണ്ട്. പിന്നെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഞാൻ മെല്ലനെ ഇവിടെ നിന്ന് എടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്ന ട്രിപ്പൊക്കെ കിട്ടും. ഞാൻ കളമശ്ശേരി ആ ഭാഗത്ത് പോയി കിടന്നാലോ എന്നാലോചിച്ചു. ഇതിലെനിക്ക് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് എയർപോർട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം 1-2 ട്രിപ്പ് അടിച്ചാൽ ഒരു എയർപോർട്ടും അല്ലെങ്കിൽ രണ്ട് എയർപോർട്ട് കിട്ടിയാൽ മതി. പിന്നെ ബാക്കി 2-3-4 ഒരു ലോക്കലോട്ട് എടുത്താലും നമ്മൾ ഏകദേശം നമ്മൾ പഠിച്ചിട്ട് കിട്ടും. ഇതിപ്പോൾ ഒന്നും ആയില്ല. 1400 ആയുള്ളൂ ഈ നേരം വരെയായിട്ട്. സമയത്ത് 3:30 ആയി. 4 മണിയാകുമ്പോഴത്തേന് ഏകദേശം മൊത്തത്തിൽ ക്ലോസ് ആവുമല്ലോ. ഇപ്പം ഞാനൊന്നും നോക്കുന്നില്ല. പാലാരിവട്ടം ഭാഗത്തോട്ട് പോകണോ? പാലാരിവട്ടം ഭാഗത്തേക്ക് ഇവിടുന്ന് ഏകദേശം 10-17 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ
ഗായ്സ് അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പാലാരിവട്ട ഫ്ലൈ ഓവറിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ മൂവായി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വന്ന് നോക്കിയപ്പോൾ ഫുഡ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളും ഒരു ചെറിയൊരു മസാല കറി ഉണ്ട്. വേറെ ബാക്കിയുള്ള എല്ലാം ഞാനും കഴിഞ്ഞിട്ടുണ്ട്. അവസാനം അത് കഴിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഓണാണ്, സമയം 4 മണിയായിട്ടുണ്ട്. ഒന്നും അടിച്ചിട്ടില്ല. പോലീസ് ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. എന്തിനാണാവോ, യൂണിഫോം അല്ല എന്താണാവോ എൻ്റെ മുത്ത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. അതായത് ബാലൻസ് പോവുക അല്ലെങ്കിൽ കണ്ണ് കാണാതെ പോവാന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് ശരിക്കും ഞാനിപ്പോൾ അനുഭവിച്ചു ഗൈസ്. ഒന്ന് ഇത് റിവേഴ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കണ്ണ് തുറന്നൊരു ഒത്തണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ആ പനീൻ്റെ തന്നെയാണോ ഒരു പൊട്ടിക്ക് മനുഷ്യന്